അന്ന് കുടികിടപ്പുകാരെന്ന് പറയുന്ന വിഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ചുറ്റിനും വേലി, മിറ്റം, നായർ എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗം പോലും ആ തട്ടിനകത്ത്, മേൽത്തട്ടിലുള്ള ഡിവിഷനകത്ത് ഏറ്റവും താഴെ ഏറ്റത്തുള്ളവരാ. തുരുത്തുകളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു കേരളം. അപ്പൊ അതാണ് ഒരു മാറി മാറി ആളുകൾ ക്ലസ്റ്റർ ചെയ്യാൻ പറ്റാതാക്കുന്ന നിലവാരത്തിൽ ആയതിന്റെ ഒരു കാരണം അതാകാം. ഇത്രയധികം ജാതി മാട്രിമോണിയൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം കൂടാണ് കേരളം. അതെ. ഈ മഴക്കാലം എന്ന് പറയുന്ന സമയത്തൊക്കെ മൂടിപ്പൊതച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് വരുന്ന ഡിപ്രഷനുണ്ട്. ഈ കൂട്ടുകാരില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഭൂലെ മഹാരാഷ്ട്ര ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മളവിടെ പോയി നോക്കിയാൽ ഈ ആളുകൾ ആ ജാതി സംഘടനകളിൽ നിന്നും മോചിച്ചിട്ടേ ഇല്ലാത്തവർക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല നമസ്കാരം. നല്ലൊരു മഴയത്ത് നല്ലൊരു ചായയും കുടിച്ച് നല്ല കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞു തരാം. ശരി, ആയിക്കോട്ടെ. നമ്മൾ നല്ല മഴയുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്കൊരു ചായ കുടിക്കണമെന്ന ഉദ്ദേശവുമായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ചായയോടൊപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം അല്ലേ? ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും മൈത്രേൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൈത്രേനോട് എപ്പോഴും എനിക്ക് ചോദിക്കേണ്ടിയിരുന്ന ഒരു സംശയം, അത് എനിക്ക് പല നാളുകളായിട്ടുള്ളതാണ്. അതായത്, നമ്മൾ മലയാളികൾ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉള്ളവരാണോ ഇന്ത്യയിലെ മറ്റ് ജനതയെ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ അപേക്ഷിച്ച്? അത് പല രീതിയിലാവാം ഈ ചോദ്യം. പക്ഷേ എല്ലാത്തിനെയും സമ്മപ്പ് ചെയ്ത് ഞാൻ ചോദിക്കുന്നു, നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് വന്ന ഒരു ദിവസമുണ്ട്. അത് ഞാനും ജയശ്രീയും കൂടെ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേരളത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ്. അപ്പം അന്ന് ഞങ്ങളിത് ചെയ്യാൻ കേരളത്തിലെ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസപ്പെട്ട് ആത്മഹത്യകൾ വളരെ കൂടുതലാണ് എന്ന് റെക്കോർഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും. അന്ന് 22 പേരുടെ ആയിരുന്നു ഞങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത്. എന്ന് പറഞ്ഞാൽ 100,000 മനുഷ്യരിൽ 22 പേര് എന്നുള്ളതാണ് അന്നത്തെ ഒരു കണക്ക്. അത് വലിയ ഒരു, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത് നഗരങ്ങളിൽ ഒക്കെ വലിയ, ഇപ്പോൾ വലിയ അമേരിക്ക പോലുള്ള സിറ്റികളിലൊക്കെ തന്നെ നഗരങ്ങളിലോട്ട് എത്തുമ്പോൾ അവിടുത്തെ ജനതയിൽ കാണുന്ന പോലുള്ള ഒരു സംഭവം. നഗരങ്ങളിലാണ് ഈ കൂടുതൽ ആത്മഹത്യാ പ്രവണത, അവിടെ ഈ നമ്പേഴ്സ് കൂടുതൽ രാജ്യങ്ങളിലെല്ലാം കാണുന്നത്. അങ്ങനെ അല്ലാത്ത ചില പോക്കറ്റുകളുണ്ട്. ഇപ്പോൾ ലെസിത്തോ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു കൊച്ചു രാജ്യമുണ്ട്. അവിടെ വലിയ ഉയർന്ന ആത്മഹത്യാ നിരക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെടുത്ത് അങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ആ നമ്പർ കൂടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ട് കുറച്ച് ചരിത്രം നമ്മൾ പുറകോട്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്നോ അല്ലയോ എന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ എഴുത്തുകളിൽ തന്നെ അത് കാണാൻ പറ്റുമായിരുന്നു. അന്ന് അവർ നമ്പർ 11 കേരളത്തിന്റെ. അപ്പം 1ഉം 2ഉം ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് മറ്റുള്ള സ്ഥലങ്ങൾ, മറ്റു സംസ്ഥാനങ്ങൾ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് അവരിങ്ങനെ എഴുതുകയും പറയുകയും ചെയ്യുന്ന സമയത്താണ് അവരുടെ ഒരു ഒബ്സർവേഷനകത്തു നിന്നാണ് അപ്പം അവർ കാണുന്നത് കേരളത്തിലെ ഗ്രാമം നമ്മൾ മറ്റു സ്ഥലങ്ങളിലുള്ള ഗ്രാമമില്ല എന്നവർ ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധനം, ഒരു ഒറ്റതാണ്. പെട്ടെന്നാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, കേരളം ഒരു അർബൻ സംസ്ഥാനമാണെന്ന് പറയാം. പക്ഷെ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഒരു ഗ്രാമാവസ്ഥയും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നില്ലേ? അല്ല, ആ ഗ്രാമമല്ല അത് ഞാൻ ഈ പറയുന്നത്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ടോ കർണാടകത്തിലോട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു അടയാളം വരും, ഈ ഇവിടെ ഒരു ഗ്രാമം. അപ്പൊ നമ്മൾ ഗ്രാമം കാണും. ഗ്രാമത്തിന് അതിപ്പോഴും ഉണ്ട്. നമ്മൾ ഈ ഹൈവേയിൽ, തമിഴ്നാട് ഹൈവേകളിലൂടെയൊക്കെ പോകുമ്പോൾ ഉസ്ലാംപട്ടി എന്നൊരു ആരോ കണ്ടിട്ട് അതിനുള്ളിൽ, വളരെ ഉള്ളിൽ ഒരു കൂട്ടം വീടുകളൊക്കെ ചേർന്ന ഒരു സംഘം ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുകയും ചുറ്റിനൊരു കൃഷിസ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുറെ കൃഷിസ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഗ്രാമം. ക്ലസ്റ്ററുകൾ പോലെയാണ് അത്. അവർ ക്ലസ്റ്റേഡ് ആണ്, മനുഷ്യർ ക്ലസ്റ്റേഡ് ആയിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു സംഭവമാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാർ വരുമ്പോൾ തന്നെ അവർ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ അയിലത്തെ വീടെന്ന് പറയുന്ന കൂവി വിളിച്ചിട്ട് കാണുന്ന വീടുകളാണ് 90%. കുറച്ച് ചെറിയ പട്ടണങ്ങൾ ഉണ്ടായിരിക്കുന്നിടത്ത് മാത്രമാണ് കുറച്ച് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ലസ്റ്റർ ചെയ്യുമ്പോഴും വീടല്ല ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്, കടകളാണ്. അപ്പൊ ഈ വീട് ശരിക്കും പറഞ്ഞ ഒറ്റപ്പെട്ട വീടുകളായിരുന്നു. അതിന് ചുറ്റിനും
ഒരു വേലി കാണും. ആ വേലി എന്ന് പറയുന്നത് ഈ കുടികിടപ്പുകാരായിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കൂടെ ഞാൻ ഈ പറയുന്നത്, അല്ല പണക്കാരുടെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായി. ശരിക്കും അന്ന് കുടികിടപ്പുകാരെന്ന് പറയുന്ന വിഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് പോലും ചുറ്റിനും വേലി, മിറ്റം. ഇപ്പം നമ്മൾ എന്താണ് കുമാരനാശാന്റെ ദുരവസ്ഥ അങ്ങോട്ട് എടുത്ത് വായിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ ഇതാണ്. കാരണം ഒരു ചാത്തൻപൊലേന്റെ വീടിനെ പറ്റി അദ്ദേഹം എഴുതുന്നത്, അത് എഴുതുമ്പോൾ ഈ പറയുന്നത് പോലെ. അതേ സമയത്ത് ഈ ഗോത്രം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും അവർ ക്ലസ്റ്റർ ആയിട്ടാണ് ജീവിക്കുന്നത്. അടുത്തടുത്ത് കഴിഞ്ഞാൽ മുട്ടി നിൽക്കും. നമ്മൾ ഇവിടെ കേരളത്തിനകത്ത് അങ്ങനത്തെ ഒരു ഗ്രാമം നമ്മൾ ഈ കൽപ്പാത്തി ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ ബ്രാഹ്മണരുടെ അതാണ് നമ്മൾ ശരിക്കും ഗ്രാമം. ഈ ഗ്രാമം കേരളത്തിലില്ല. അതായത് വേലി കെട്ടി തിരിച്ച് സ്വന്തം വീടിനും അതിനൊരു വലിയ അതിർത്തിയും ഉണ്ടാക്കാൻ അന്ന് തൊട്ടേ മലയാളിക്ക് താല്പര്യവും ആഗ്രഹവും അതായിരുന്നു. അല്ല, അങ്ങനെ താല്പര്യപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ആയതെന്ന് മനുഷ്യന്റെ നേച്ചർ അല്ലത്. ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി മനുഷ്യരങ്ങനെ ചൂസ് ചെയ്തതല്ല. ഞാനത് കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അത് ചരിത്രപരമായിട്ട് ഒന്നുകൂടെ പരിശോധിച്ചൊക്കെ എടുക്കാവുന്ന കാര്യമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ കീഴില എന്നാൽ ലോക്കൽ രാജാക്കന്മാർ, നമ്മൾ പ്രിൻസിപ്പൽ ചെറിയ പ്രിൻസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചെറിയ രാജാക്കന്മാരാണ്. പക്ഷെ അവരുടെ കീഴിലാണ് ഭൂമി മുഴുവൻ. അപ്പോൾ ഒരു കൂട്ടർ വന്നാൽ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ആളില്ലാത്തടത്ത് നിങ്ങൾ പോയി താമസിക്കാനായിട്ട് അത് നോക്കാനായിട്ട് അവരെ ഉപയോഗിക്കുന്ന ഒരു യുക്തി ആയിരിക്കാം ഇത് സംഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ട് മനുഷ്യർ അങ്ങനെ ആകത്തില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കാനേ ആളുകൾ ആലോചിക്കും. നിർബന്ധിതമായി കാവൽക്കാരനാകേണ്ടി അതാണ് ഞാനത് റീഡ് ചെയ്തെടുത്തതാണ്. അല്ലാതെ ഒരു റീസൺ മനുഷ്യർക്ക് തമിഴ്നാട്ടിലുള്ള മനുഷ്യർ തന്നെയാണിത്. അതെ, മലയാളികള് ഈ മല കടന്നത് കൊണ്ടാണ് ആ ഭാഷാപരമായ മാറ്റം വരുന്നത്. ആ മാറ്റം വരുന്ന അതേ ജനത തന്നെയാണ് ഇപ്പുറത്തും ഉണ്ടായിരുന്നത്. ആ ജനത ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവിടോട്ട് കടന്നു കഴിഞ്ഞാൽ മാറി മാറി അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ അങ്ങനെ മനുഷ്യരാകത്തില്ല. അത് മനുഷ്യരുടെ നേച്ചർ അല്ല. ലോകം മുഴുവനും ഗോത്രങ്ങള് ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. കാട്ടിലോട്ട് നമ്മൾ പോയ ആദിവാസികളെല്ലാം ക്ലസ്റ്റർ ചെയ്താ ജീവിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്ന ഫിനോമിന ഈ ഭരണപരമായി നിൽക്കുന്ന സമൂഹങ്ങളിൽ എവിടെങ്കിലും ആരെങ്കിലും മരിക്കുന്ന സ്ഥലങ്ങളിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അത് കേരളത്തിനകത്ത് രണ്ട് രീതി കൊണ്ട് സംഭവിക്കുക. ഒന്ന്, നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു മണ്ണ് ഇങ്ങനെ ഉണ്ടായിരുന്ന, ഇപ്പം ഭൂമി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മലപ്പുറം ഭാഗത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാടിനോട് ചേർന്ന്, ഇപ്പം കോട്ടയത്തിന് അപ്പുറത്തോട്ട് മലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ, അതിന് മുഴുവൻ താഴെ നമ്മൾ ഇന്ന് പറയുന്നത്, നമ്മൾ ഈ കേരളം എന്ന് പറയുന്നതിൻ്റെ 80% വെള്ളമായിരുന്നു, തുരുത്തുകളായിരുന്നു. ഇത് ഒരു റീസൺ ആകാം. ഈ ആളുകളെ അവിടെ ആ തുരുത്തി നീ പോയി താമസിക്കണമെന്ന് പറയുന്നത് തുരുത്ത് അവിടെ ഉള്ളത് കൊണ്ടാണ്. വള്ളത്തിലായിരുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ പോയിരുന്നത്. നമ്മളിപ്പം ലോകന്റെ മാനുവൽ എടുത്ത് നോക്കിയാൽ ലോകന് ഈ കോഴിക്കോട് ഭാഗം മുഴുവനും സർവേ ചെയ്ത ആളാണ്. അയാൾ വരച്ചു വെച്ചിരിക്കുന്ന കോഴിക്കോട് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. ഇതൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളത്തിനകത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അയാൾ വരച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ. നമുക്ക് ഇപ്പോഴും കടൽ പ്ലെയിൻ ഇരുന്ന് താഴോട്ട് നോക്കിയാൽ വലിയ ഒരു കായലിന് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും മണ്ണ് തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹം അവിടെ ഇങ്ങനെ കൊച്ചു നമ്മൾ എസ്റ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരത്തിലുള്ള കൊച്ചു തുരുത്തുകളിലായിരുന്നു ഈ മനുഷ്യർ സത്യത്തിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ തുരുത്തുകളിനകത്ത് ഈ അവിടെ നോക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുന്ന പണിയും കൂടെ ചെയ്തു എന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ജിയോഗ്രഫിക്കലായിട്ടുള്ള കാരണം കൊണ്ടും ഭരണ സംവിധാനങ്ങൾ നിന്നിരുന്ന രാജഭരണങ്ങൾ എന്ന് പറയുന്നതിൻ്റെ കൊച്ചു പ്രിൻസിപ്പാലിറ്റികളെ ഉള്ളു. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ വലിയ രാജാവായിരുന്ന ഒരു ഇളംകുളം കുഞ്ഞമ്പിള്ള മാത്രമാണ് പണ്ടേ ഇവിടെ ഒരു വലിയ ഇതിങ്ങനെ പൗരാണികമായ ഒരു രാജവംശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ നല്ല തെളിവുകളില്ല അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന്. പക്ഷെ അതിലുള്ള ഒരു കാര്യം, ഇതിൽ ഭൂമിയുടെ ലഭ്യത കൂടുകയും ജനങ്ങൾ കുറവാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു വലിയ ഭൂമിയിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് മാത്രമായി ജീവിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ആളുകളോട് ആവശ്യപ്പെട്ടിട്ട് അവർ നിൽക്കുന്ന സ്ഥലമായത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഭൂമി ഇല്ലായ്മയുണ്ട്, ഭൂമി അധികം ഇല്ല. അതാ ഞാൻ ഈ പറയുന്നത്. അതാണ് ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ തുരുത്തുകളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു കേരളം. അപ്പൊ അതാണ് ഒരു
മാറി മാറി ആളുകൾ ക്ലസ്റ്റർ ചെയ്യാൻ പറ്റാതാക്കുന്ന നിലവാരത്തിൽ ആയതിൻ്റെ ഒരു കാരണം അതാകാം. പിന്നെ ഈ കാടുകളാണ്. അപ്പോൾ അതിനകത്ത് വീണ്ടും ഈ നോക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലത്തെല്ലാം, അപ്പം എൻ്റെ തന്നെ കുട്ടിക്കാലം എടുത്താൽ നമ്മൾ ജോലിക്കാരെ വിളിച്ചിരുന്നു കൂവി വിളിച്ചിട്ടായിരുന്നു രാവിലെ ഈ പാടത്തെത്തി എല്ലാവരും. അപ്പം അന്ന് അവിടെ ഞാൻ കോന്നി ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ മുരിപ്പെന്നാണ് പറയുന്നത്. അടുത്ത മലയുടെ വശത്ത് ഒരു 10-20 വീട് കാണും, എല്ലാം അകന്നാണ്. അവിടെ എല്ലാവരും ആ ഭൂമിയുടെ ഉടമസ്ഥരല്ല അന്ന്. അവിടെ എല്ലാം അവിടെ നോക്കുന്ന ആൾക്കാരാണ്. അതാണ് ഞാൻ അതിനകത്ത് കണ്ടത്. ഈ നോക്കൽക്കാരായിരുന്ന കാവക്കാർ എന്നായിരുന്നു അതിന് പറയുന്നത്. ആരുടെ കാവലാണെന്ന് ചോദിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവൻ പേരും ഈ കുടികടപ്പുകാരെന്ന് പറയുന്നവർ കാവക്കാരാണ്. അവരായിരുന്നു അത്രയും തെങ്ങോ മരങ്ങളാണോ അതെല്ലാം നോക്കുന്ന ആ പ്രദേശം നോക്കുന്ന അവരാണ് കാവൽ. അപ്പൊ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു നിൽക്കുന്നത്. പക്ഷെ ഈ കാവക്കാർ അവരുടെ അല്ലാതിരിക്കുമ്പോഴും അവരുണ്ടാക്കുന്ന ആ കുടിലിന് ചുറ്റിനും ഞാൻ ഈ പറയുന്ന മിറ്റമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ദുരവസ്ഥയില് ചാത്തമ്പലയന്റെ വീട് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുമാരനാശാനെ എടുത്താൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു ആ കുടിൽ നിന്നിരുന്നതെന്ന് പറയുന്നത്. അപ്പം മിറ്റം, ഇത് തമിഴ്നാട്ടിലോട്ട് നമ്മൾ എത്തിയാൽ അവിടുത്തെ ഗ്രാമത്തിന് ആർക്കെങ്കിലും ഒരു മിറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ സ്വന്തമായ ഒരു വേലിയില്ല, അവരുടെയാണ്. അപ്പൊ ഈ ആളുകളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് വളരെ ഇൻഡിവിജ്വലായി മാറുക എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത്. ഇതൊരു എങ്ങനെയായിരിക്കണം ഈ ഒരു മാറ്റം മലയാളിക്ക് ഏത് കാലത്തായിരിക്കും ഉണ്ടായത്? അത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എനിക്ക് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം കൊണ്ട് തന്നെ അങ്ങനെ ബ്രിട്ടീഷുകാർ ഇത് ശ്രദ്ധിക്കണമെങ്കിൽ അതിന് മുന്നേ മലയാളിക്ക് ഈ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിന്റെ കാരണം മനസ്സിലാക്കുന്നത്. ഈ അവിടെ പോയി നീ താമസിക്കാമെങ്കിൽ അവിടെ നോക്കാമെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോ, ആ ഭൂമി ഉപയോഗിച്ചോ എന്ന് പറയുന്ന നിലവാരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാതെ മനുഷ്യർ സഹജമായി മാറി താമസിക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ നേച്ചറിലുള്ളത് കൂട്ടം കൂടി താമസിക്കുന്നതാണ്. നമുക്കറിയാവുന്ന ലോകം മുഴുവനുള്ള മനുഷ്യരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനുഷ്യരുടെ നേച്ചർ എന്ന് പറയുന്നത് ആണ് ധനമുള്ളവർ ഒരു മേടിച്ച് വേലി കെട്ടി വെക്കുന്നത് വളരെ പിൽക്കാലത്തുണ്ടായ ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധരൂപീകരണം, നമുക്ക് ചുറ്റുപാട് എൽബോ സ്പേസ് ഉള്ള ഒരു വ്യക്തിയാണ് മലയാളി രൂപപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന മലയാളികൾ, അപ്പൊ ഞാൻ ഈ ആത്മഹത്യയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ഡിപ്രഷൻ വന്ന് പോകും ഈ ഒറ്റയ്ക്ക് താമസിച്ച. ഈ മഴക്കാലം എന്ന് പറയുന്ന സമയത്തൊക്കെ മൂടിപ്പൊതിച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് വരുന്ന ഡിപ്രഷനുണ്ട്. ഈ കൂട്ടുകാരില്ലാതിരിക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ശാരീരികമായിട്ടുണ്ടാകുന്ന, അത് ആക്സിലറേറ്റ് ചെയ്യാൻ, അത് കൂട്ടാനായിട്ടുള്ള എല്ലാ സാധനത്തിലാണ് നമ്മൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മാനസികമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല. രണ്ടാമത്തത് അതിനേക്കാളും ഇതാണ്, ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെന്ന് വെച്ചോ, ആ ശ്രമിക്കുന്ന ആള് അത് പൂർത്തീകരിച്ചാല് മറ്റുള്ളവർ അറിയില്ല. മറ്റേത് ക്ലസ്റ്ററായിട്ട് താമസിക്കുന്നിടത്ത് ഒരാൾ മരത്തെ കയറുമായിട്ട് കയറുന്ന ആരെങ്കിലും കാണും. ഇത് സംഭവിക്കത്തില്ല. ഇത് ഞാൻ ഒബ്സർവ് ചെയ്തതിന്റെ സാധനം എന്ന് പറഞ്ഞാൽ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതിന് ഞങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്നതിനും അവരെ വിഷമിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ സക്സസ്ഫുൾ റേറ്റ് അവർക്കുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, സ്ത്രീകൾ ആത്മഹത്യക്ക് പോയാൽ ഒരു മണിക്കൂറിനകത്ത് അവരെ മിസ് ചെയ്യും ആൾക്കാർക്ക്. അത്രയും മോണിറ്റേർഡ് ആണ് സ്ത്രീകൾ. അവരെ കാണാതെ പോയാൽ ഉടനെ. അതേസമയത്ത് ഒരു പുരുഷനായിരിക്കുന്നവൻ പുറത്തോട്ട് ഇറങ്ങിയാൽ അവൻ വൈകുന്നേരം തിരിച്ചു വന്നില്ലെങ്കിലാണ് തിരക്കി തുടങ്ങുന്നത്. അപ്പം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് 90% വിജയിക്കും. സ്ത്രീകൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ 90% പരാജയപ്പെടും. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവരുടെ നമ്പർ എടുത്ത് നോക്കിയാൽ സ്ത്രീകളാണ് കൂടുതൽ. പുരുഷനില്ല എന്നുള്ളത് നോട്ട് ചെയ്യപ്പെടാൻ കുറച്ച് പുരുഷനെ ഒരു ദിവസം കഴിഞ്ഞാണ്, രാത്രിയിൽ കാണുന്നില്ലെങ്കിലാണ് അന്വേഷിച്ചു തുടങ്ങുന്നത്. മറ്റേത് ഒരു മണിക്കൂറിനകത്ത് അന്വേഷിക്കും. അവളവിടെ പോയി എന്ന് ചോദിച്ചോണ്ട് പോകും. കാരണം ഇവർക്കെല്ലാവരും എങ്ങനെ സ്ത്രീകളുടെ സോഷ്യലായിട്ടുള്ള മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കെയറിന് വേണ്ടി അവരെ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവരെ അന്വേഷിക്കും. അതുകൊണ്ട് അവർക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയാതെ പോയിട്ടാണ് പിന്നെ അവര് ഈ രണ്ട് സാധനമാണ്
ഫിസിക്കലി അവർ ഈ മേപ്പോട്ട് കയറി എന്താണ് ഒരു കയറ് കെട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവർക്ക് അവർ മരം കയറാൻ സമ്മതിക്കാതെ പഠിക്കാതെ അനുവദിക്കാതെ വളർത്തുന്ന കാരണം കൊണ്ടാണ് അവർക്ക്, അല്ലാതെ സർക്കസ് കളിക്കുന്ന എല്ലാം പെണ്ണുങ്ങളല്ലേ, കയറാൻ പറ്റാത്തതുകൊണ്ടല്ല, അനുവദിക്കാത്തതുകൊണ്ട്, ശാരീരികമായിട്ട് അവർക്ക് പറ്റും, പക്ഷെ അവർക്ക് അനുവദിക്കാത്ത കാരണം കൊണ്ട് മരത്തെ കയറാൻ അറിഞ്ഞുകൊണ്ടാത്ത കാരണം കൊണ്ട് അത് കുറയും. പിന്നെ ഈ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ മരിക്കാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത് ഈ വിഷം കഴിക്കുക എന്ന് പറയുന്നതാണ്. അത് തന്നെ നമ്മുടെ നാട്ടില് ഒതളങ്ങ എന്ന് മറ്റേ എന്താണ് അരളിച്ചെടിയുടെ കായാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാൻ തുടങ്ങും. അത് ഛർദ്ദിക്കാൻ ഉടനെ എന്നെ തൂക്കി കൊടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ഉള്ള ഇനിമയെല്ലാം കൊടുത്ത് നാശകൂശമാക്കി ഹോസ്പിറ്റലിൽ തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചെല്ലുന്ന ആളിനോട് മര്യാദയ്ക്കേ പെരുമാറത്തില്ലായിരുന്നു. അവർ ഇനി ഒരിക്കലും ഇതിന് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒക്കുന്നത്രയും ശാരീരികമായി ഉപദ്രവിക്കുക ഈ ഡോക്ടർമാർ. അങ്ങനെയായിരുന്നു. വായിക്കാത്തൂടെ ഇവിടെ ഒരു കുഴലിട്ട് അവിടെ നിന്ന് എടുത്ത് കളയുക, അത് കഴിഞ്ഞ് എനിമ കൊടുക്കുക, ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഒരിക്കലും ഇവര് ഈ പരിപാടിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഇന്നാണ് നമ്മൾ ഇത് കെയർ ചെയ്യുന്നത്, അവര് സർവേ അവരെ രക്ഷിച്ചെടുക്കണമെന്നൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ പണ്ട് അങ്ങനെയല്ല, ശിക്ഷയായിട്ടായിരുന്നു ചെയ്യുന്നത്, ചികിത്സ ശിക്ഷയായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകളിൽ കുറയുക. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് ഞാനിത് പെട്ടെന്ന് കാണുന്നത്. ഇത് നമ്മുടെ നാട്ടില് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഇതുപോലെ തന്നെയാണ് ഈ ആത്മഹത്യ വളരെയധികം കൂടി നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആള് ഈ പുരുഷന്മാരെ പോലെ തന്നെയാണ്. പുരുഷന്മാര് ഒരു ദിവസം മിസ് ചെയ്തതിന് ശേഷമേ നമ്മൾ കണ്ടത്, അപ്പോഴത്തേനും അയാൾ മരിച്ചിരിക്കും, അറ്റംപ്റ്റ് ചെയ്യുന്ന മരിച്ചിരിക്കും. ആ മരിച്ചിരിക്കുക എന്ന് പറയുന്ന സാധനം കൂടുതൽ സംഭവിക്കാൻ ഈ കേരളത്തിന്റെ ഈ ഡെമോഗ്രാഫി ഇങ്ങനെ പരന്നു കിടക്കുന്ന കാരണം കൊണ്ട് പിറ്റേ ദിവസം ജോലിക്ക് വിളിക്കുകയായിരിക്കും ചെയ്യുന്നത്, അതിനു മുമ്പ് കണ്ടെത്തുന്നില്ല. ഇതുകൊണ്ടായിരിക്കണം ഇത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കുകയും അന്ന് പിന്നെ അതിനകത്തുനിന്ന് പെട്ടെന്നാണ് ഈ ആത്മഹത്യയുടെ ഏരിയ നമ്മളങ്ങ് വിട്ട് കഴിയുമ്പോഴാണ് ഈ ബോധരൂപീകരണം എന്ന് പറയുന്നതിനെ മനസ്സിലാക്കി വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്, സ്പേസ് ഉള്ള മനുഷ്യരാണ് കേരളത്തിലുള്ള ജനത മുഴുവൻ. നമ്മൾ ഒറ്റപ്പെടുന്നവർ മാത്രമല്ല, ഒറ്റയ്ക്കാകുന്നവർ നിലനിൽക്കാൻ വേണ്ടി അറിയുന്ന അറിവുകൾ, ആ സർവൈവൽ മെക്കാനിസം അത് മുഴുവൻ ഉണ്ടാകും. ഒപ്പമാണ് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ധാരാളം കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധ്യത വരും. അതുകൊണ്ട് ആ വേലിക്കകത്തുള്ള ബോധരൂപീകരണമാണ്, സ്പേസ് വേണ്ട ജനതയാണ്. അപ്പോൾ ഡിപ്പെൻഡബിലിറ്റി കുറച്ചു കൊണ്ടുവന്നവരാണ് അവർ. എന്നിട്ട് അപ്പം വ്യക്തിത്വ രൂപീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോഗ്രഫിക്കലായിട്ടും ഈ ഐസൊലേഷനും കൊണ്ട് അവർ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ മനുഷ്യരായി മാറുന്നുണ്ട്. അപ്പം ഇത് കേരളത്തിനകത്തെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള ഏത് കാര്യവും അത് ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്നവരായിട്ട് അവർ മാറുന്നത് ഈ ഒരു കാരണം കൂടെ. മറ്റേത് നമുക്ക് തൊട്ടപ്പുറത്തേക്ക് നമ്മൾക്ക് തമിഴ്നാട്ടിലൊക്കെ ഈ ജാതിക്ക് ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ജാതി സാധനമൊക്കെ നിൽക്കുന്ന ഈ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഭയങ്കര പാടാണ് നമുക്ക് അതിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ലെയറല്ല ഇവിടെ ലെയർ എന്താണ് പറഞ്ഞ് പഠിപ്പിച്ച് ആയുധം കൊണ്ട് പേടിപ്പിച്ചിട്ട് വേണം ഈ 32 അടി അകലത്തിൽ നിർത്തുന്ന കൃത്യമായിട്ട് ആക്കുന്ന ആ സാധനങ്ങൾ. മറ്റേത് ഗ്രാമപഞ്ചായത്ത് നിന്ന് നമ്മളെ കാപ്പ് പഞ്ചായത്താണ് ഈ സൗത്ത് ഇന്ത്യ വിട്ട് ഈ തമിഴ്നാട് വരെ ഉള്ളത്. ജാതി പഞ്ചായത്താണത്. അത് വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നതും അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ആശയവും കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് പറ്റാതെ കേരളത്തിനകത്തേക്ക് എല്ലാ തരത്തിലുമുള്ള ഇൻഫർമേഷൻസ് കടന്നു വന്ന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിയുന്നത് വ്യക്തികളായിട്ട് നമുക്ക് ഇതിനകത്തോട് താല്പര്യപ്പെട്ടു വരാൻ പറ്റുന്ന. അത് എൻ്റെ ഒരിക്കൽ ഒരു കസിൻ എന്നോട് പറയുന്നുണ്ട്, കേരളത്തിലെ തൊഴിലാളികളെ, അപ്പോൾ അയാൾ ഇങ്ങനെ വ്യവസായമൊക്കെ ചെയ്യുന്ന ആളാണ്. അയാൾ പറഞ്ഞ് കേരളത്തിലെ തൊഴിലാളികൾ അവരെ കൂടെ പങ്കാളിത്തം ഉറപ്പിക്കുന്ന നിലവാരത്തിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു സമരവും ചെയ്യാതെ കൃത്യമാണ്. അതിന് പകരം അനുസരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നടക്കത്തില്ല. അതിനൊരു ഫാക്ട്, ഇപ്പം നമുക്ക് ഈ പോലീസ് അട്രോസിറ്റീസ് ഈ പറയുന്ന തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ ഒരുത്തന്നെ റോഡ് സൈഡിലൊരു വണ്ടിയിൽ നിന്ന് ഒരു ഡ്രൈവറെ പിടിച്ചൊരു പോലീസുകാരനെ തല്ലാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ അത് പറ്റില്ല. ഞാൻ എപ്പോഴും കരുതുന്നത് കേരളത്തിൽ മനുഷ്യന്റെ വിലയെ കുറിച്ചൊരു ബോധമാണ്. ഞാൻ ഈ പറഞ്ഞ വ്യക്തിത്വ രൂപീകരണത്തിനകത്ത് ഈ നമ്മൾ ഓൾറെഡി നമ്മൾ വ്യക്തികളായിരുന്നു. ആ ആളുകളുടെ അടുത്തേക്കാണ് ഇപ്പം നാരായണ ഗുരുവിൻ്റെ അയ്യങ്കാളിയുടെയൊക്കെ ആശയങ്ങൾ
അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിനെ പറ്റി, സമത്വം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയങ്ങളെല്ലാം വരുമ്പോൾ ഇത് പെട്ടെന്ന് ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ജനത ഓൾറെഡി ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സാധനം കൊണ്ടും അതിന്റെ ഫോർമേഷൻ കൊണ്ടും ഓൾറെഡി പക്ഷേ ശരിയും. കാരണം ഇപ്പൊ ചട്ടമ്പിസ്വാമികളാവട്ടെ, ശ്രീനാരായണ ഗുരു ആവട്ടെ, അവര് പഠിപ്പിച്ചതും പറഞ്ഞതൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് പ്രാവർത്തികമായി പോരുന്നുണ്ട്. പക്ഷേ പെരിയോറോ അല്ലെങ്കിൽ അതിനും നോർത്തിലൊക്കെയുള്ള ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ ആ ഒരു കാലത്തിനപ്പുറം അവരുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് സംശയമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു എന്താണ് മാർക്സിസ്റ്റ് ടെർമിനോളജി പറഞ്ഞ ഭൗതികത കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈ ഇൻഡിവിജ്വൽസിനെ അവകാശബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അതാണ് ആ വേർഡ്. ആ ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും പരുവപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടെ ഉണ്ട്. മറ്റേത് നമ്മളിപ്പം ഭൂലെ മഹാരാഷ്ട്ര ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മളവിടെ പോയി നോക്കിയാൽ ഈ ആളുകൾ ആ ജാതി സംഘടനകളിൽ നിന്നും മോചിച്ചിട്ടേ ഇല്ലാത്തവർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് പെരിയോറിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു മൂവ്മെന്റിന് അപ്പുറത്തോട്ട് തമിഴ്നാടിനെ ജനതയുടെ ഇടയ്ക്കകത്ത് ജാതി ഘടന നമ്മൾ വളരെ ശക്തമായിപ്പോഴും. പക്ഷെ ഒരുപക്ഷെ കേരളത്തിലും നമ്മുടെ തൊലിക്കടിയിൽ ജാതി ഉണ്ട്. അത് വേറെയാ, അത് ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയം വേണം. അത് വേറെയാണ്. നമ്മൾ ആ പറയുന്നത് നമ്മൾ ജാതി, അതുകൊണ്ടാണല്ലോ നമ്മൾ ജാതി കോളനിയൊക്കെ ഉണ്ടാക്കി കളഞ്ഞത്. അതൊക്കെ അല്ലെന്ന് വിചാരിക്കരുത്. ലക്ഷം വീട് പദ്ധതിക്കകത്ത് അറിയാതെ ഉണ്ടാക്കുന്നതാണല്ലോ അത്. 1,00,000 വീട് എന്ന് പറഞ്ഞാല് കോളനി ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. ആ ലെവലിൽ ജാതി പോയി എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ഇൻഡിവിജ്വലായിട്ട് പെരുമാറുന്നതിനകത്ത് നമുക്ക് അതിന് പരുവപ്പെട്ട് നിന്നിരുന്ന ഒരു ജനതയായിട്ട് കേരളത്തിനകത്തെ ജനതയെ കാണേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള ആശയങ്ങളെല്ലാം വരുമ്പോൾ ആ ആശയങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ആളുകൾ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ആത്മഹത്യയ്ക്ക് അകത്തുനിന്നാണ് ഞാനിത് കാണുന്നതെങ്കിൽ ഈ ഏരിയ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളി നമ്മളിവിടുത്തെ വലിയ ആകപ്പാട് 2 സ്ഥലത്താണ് ഈ നമ്മളൊരു മോഡേൺ തൊഴിലാളി എന്ന് ഇപ്പോൾ കാർമാസ് പറയുന്ന പ്രൊളറ്റേറിയറ്റ് എന്ന് പറയുന്ന സാധനം ഈ ആലപ്പുഴ കയർ ഫാക്ടറി ആരംഭിക്കുന്നതും അതുപോലെ ദിനേശ് വീടി കണ്ണൂര് ഉണ്ടായിട്ടുണ്ടായിരുന്ന അവിടുത്തെ നെയ്ത്ത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഫാക്ടറികളൊക്കെ 1-2 സ്ഥലത്തേ ഉള്ളു. പക്ഷെ കേരളം മുഴുവൻ കർഷക തൊഴിലാളികൾ ഉണർന്നായിരുന്നു എന്നുള്ളതൊരു കാര്യം നോക്കുകയാണ്. അപ്പോൾ മൈത്രേയൻ പറഞ്ഞ, അതായത് നമുക്കൊരു ഭൗതിക അവസ്ഥ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ചിന്തകളെ സ്വാഗതം ചെയ്യാൻ മലയാളി റെഡിയായിരുന്നു, അബ്സോർബ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അത് സംഭവിക്കാതിരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഈ അവസ്ഥയെ എൻഹാൻസ് ചെയ്യുന്നതിന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഡെഫിനറ്റ്ലിയാണ്. അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ തുല്യതയെന്നും സ്വാതന്ത്ര്യമെന്നും സമത്വമെന്നും ആ വാക്കുകൾ ഫ്രറ്റേണിറ്റി ഇതൊക്കെ നമുക്ക് പെട്ടെന്നാണ് ആഗീരണം ചെയ്തത്. ആ അബ്സോർവ് ചെയ്യാൻ ഒരുങ്ങി നിന്നിരുന്നതിന്റെ ഞാൻ വളരെ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കലായ ഒരു കാര്യം കൂടെ പറയുന്നത്. അതിനു മുമ്പ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും മാറ്റത്തിന് റെഡി ആയിരുന്നു എന്നും മലയാളികൾ അതിന് ഇതൊരു വലിയ ഘടകമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. പണ്ട് അത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ പ്രവർത്തനം കൊണ്ട് മാത്രം വിജയിച്ചു എന്ന് പറയുമ്പോൾ അതേ പ്രവർത്തനം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറി ഉണ്ടായിരുന്നത്. അതെ, അവിടെ അത് മില്ലുകൾ മുഴുവൻ സാധനം ഉണ്ടായിരുന്നു. അവിടെ CIT ഏറ്റവും ശക്തമായ സംഘടനയായിരുന്നു. ട്രേഡ് യൂണിയൻ വളരെ ശക്തമായിരുന്നു. എന്നിട്ടും നമുക്ക് ഇന്ന് അതിന്റെ പൊടി പോലും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന തരത്തിലാണ് അവിടെ വല്ലതും നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ പെർസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആശയങ്ങൾ വരാൻ മാത്രമല്ല, അത് സ്വതന്ത്രമായി നിലനിൽക്കാനും കൂടെ കഴിയുന്ന തരത്തിൽ സമത്വം എന്ന് പറയുന്ന ആശയം, തുല്യത എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നന്നായി തുല്യമായി പെരുമാറണം. പണ്ടാണെങ്കിൽ തരക്കാരോട് തുല്യമാകുക എന്ന് പറയുന്നതാണ് പണ്ടത്തെ ഏറ്റവും വലിയ സാധനം. അല്ലാതെ മറ്റുള്ളവരുടെ തുല്യതയാകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കേരളത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന മേഖലയ്ക്കകത്തോട്ട് എത്തുമ്പോഴേ ഈ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ നവോത്ഥാനം നടന്നത്. ഇത് ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നവോത്ഥാനം ആവശ്യമുള്ളവന്റെ അടുത്ത് നിന്നാണ് നവോത്ഥാനം തുടങ്ങുന്നത്. അവര് തന്നെയാണ് നേതൃത്വത്തിൽ വരുന്നത്. അവരുടെ ലീഡർഷിപ്പിലാണ്. നമ്മളിപ്പം എന്താണ്
ബ്രാഹ്മണരുടെ ഇടയിലുള്ള MRBയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറ്റപ്പാടോ പ്രേംജിയോ ഒക്കെ വരുന്നത് അവസാനമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ വരുമ്പോഴത്തേന് ഈ 1920s ഒക്കെ ആയി ഒന്ന്. അപ്പൊ എല്ലാ സമൂഹത്തിനും മോചനം വരുന്നുണ്ട് നവോത്ഥാനത്തിനകത്തൂടെ. മറ്റേതങ്ങനല്ല. ഈ യഥാർത്ഥത്തിലുള്ള തൊഴിലാളികളായിരിക്കുന്ന അടിത്തട്ടിൽ ജീവിച്ചിരുന്ന ആ ആളുകളെ അല്പം പോലും തൊടാതാണ് ഈ വടക്കേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള സാധനം മുഴുവൻ വന്നത്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഭദ്രലോകം എന്ന് വിളിക്കുന്ന അപ്പർ ക്ലാസ്സിനകത്ത് നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ബംഗാളി മുഴുവനുള്ളത്. മനസ്സിലായി. ഈ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അവിടെ ഇപ്പൊ ചെന്നാലും ഈ റിക്ഷ വലിച്ച ആൾക്കാർ അവിടെ കിടക്കുകയാണ്. 25 വർഷം തുടർച്ചയായിട്ട് ഭരണം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് പോലും ആ ട്രാൻസ്ഫോർമേഷൻ വരാതിരിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിമർശിക്കാറുണ്ട്, എന്താണ് അപ്പർ ക്ലാസ് ഇതിനകത്ത് നുഴഞ്ഞു കയറി എന്നൊക്കെ ഉള്ള നിലവാരത്തിൽ വരെ പറയുന്നത്. പി കൃഷ്ണപിള്ളയുടെയും KG കാലത്തെയും ഒക്കെ നമുക്ക് EMS ഉണ്ടായിരുന്നു. അത് അങ്ങനെ അപ്പൊ പോലും ഞാൻ പറയുന്നത് അവര് ശൂദ്രരായി അറിയപ്പെടുന്നവരും കൂടാണ്. അതിനകത്ത് ആകെപ്പെട്ട EMS മാത്രമാണ് നമുക്ക് അതിനകത്തുള്ളത്, അല്ല വേറെ ആരുമില്ല. ബാക്കിയുള്ളവരെല്ലാം ഈ നായർ എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗം പോലും ആ തട്ടിനകത്ത് മേൽത്തട്ടിലുള്ള ഡിവിഷനകത്ത് ഏറ്റവും താഴെ ഏറ്റത്തുള്ളവരാ. അതൊക്കെ നമ്മളിങ്ങനെ കാണണം. അപ്പൊ ഈ എന്താണ് നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയും പൊയ്യലപ്പച്ചൻ ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്തങ്ങോട്ട് പരിശോധിച്ച് നോക്കി മുഴുവൻ പേരും കീഴാള വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് പരാജയപ്പെടുകയും ഇന്നും പക്ഷേ കേരളത്തിൽ ഈ നവോത്ഥാനത്തിന്റെ ബാക്കി നിലനിൽക്കുന്നതിന്റെ ഒരു വലിയ കാരണം ഇതാണ്. ഇതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എൻട്രൻസ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ആശയങ്ങളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിന് വളക്കൂറുള്ള മണ്ണായിട്ട് മാറുന്നതിന് രണ്ട് കാര്യമാണ്. ഒന്ന്, സാമൂഹികമായിട്ട് നിന്നിരുന്ന കീഴാളരുടെ ഇടയിൽ നിന്നുണ്ടായിരിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനവും, ഒപ്പം തന്നെ ഈ വളരെ വ്യക്തികളായി രൂപപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ എല്ലായിടത്തും എന്ന് പറഞ്ഞ് ഫാക്ടറിയിൽ കൂടുന്നത് പോലാണ് കർഷക തൊഴിലാളികൾ കൂടിയത്. എനിക്ക് തോന്നുന്നു അവന്റെ അടിസ്ഥാന ചിന്തയിൽ നിന്നൊരു നവോത്ഥാനം വന്നതിൽ നിന്ന് അടുത്ത ലെവലായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നവോത്ഥാനത്തിലേക്ക് ഉഴുന്നിട്ട പാടത്ത് വിത്ത് വിതക്കിയ മാത്രമാണ് ചെയ്തത്. അതെ അതെ അതെ, ഇങ്ങനെയാണത് മനസ്സിലായത്. തുടർച്ചയാണ് അവർ, സംശയം നമുക്ക് വേണ്ട, തുടർച്ചയാണത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകളെ ബാധിച്ചത് ഈ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന സാധനമാണ്. അതാണ് അതിന്റെ തുടർച്ച. ഭൂപരിഷ്കരണം വരുന്നതോടെ മിഡിൽ ക്ലാസ് എന്ന് അതുവരെ ഇല്ലാതിരുന്ന രണ്ടറ്റത്ത് തന്നെ ഒന്നി ജന്മികള് അല്ലെങ്കിൽ മാത്രം ഉണ്ടായിരുന്നതൊന്ന് നടുവിൽ ഒരു വലിയ വിഭാഗം ഉണ്ടായി. അവരുടെ കൃഷിഭൂമി അവരെ കൊണ്ടുണ്ടായിരിക്കുന്ന പുത്തൻ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് ആയിട്ടിരിക്കുന്നവ ഇവിടുത്തെ രണ്ട് പ്രധാന ജാതി വിഭാഗമായി ഇരിക്കുന്ന ഈഴവരും നായന്മാരുമാണ് ഈ മിഡിൽ ക്ലാസ് ആയിട്ട് മാറിയത്. ആ മിഡിൽ ക്ലാസ് ആയിട്ട് മാറിയിരിക്കുന്നവർ തമ്മിലുള്ള സംഘർഷവും അവരുടെ പവറും അതിൻ്റെ താഴെയുള്ള ജനവിഭാഗത്തിനെ അവർ അടിച്ചമർത്തുന്നിടത്ത് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതാണ് നമ്മൾ പുതിയ ജാതി പ്രശ്നം എപ്പോഴും മൈത്രി പറഞ്ഞതില്ല, അതിന് താഴെയുള്ളവരെ അടിച്ചമർത്തും. അപ്പോൾ പൂർണ്ണമായ തോതിൽ നമ്മൾ നവോത്ഥാനം നടന്നിട്ടുമില്ല. ഇല്ല, അതില്ല, അത് നടന്നിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. പൊയ്കലപ്പച്ചൻ എഴുതിയിരിക്കുന്ന സാധനമൊക്കെ നമ്മൾ ഇപ്പോഴാണ് ആൾക്കാർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അല്ല നാരായണ ഗുരുവിനോ എന്തിനാ അയ്യങ്കാളിക്ക് കിട്ടിയിട്ടില്ല അത്തരത്തിലുള്ള റെക്കഗ്നിഷൻ. അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന സാധനത്തിൽ നിന്ന് മുഴുവൻ മോചിച്ച് കറക്റ്റായി നടക്കുകയാണ് കേരളം എന്നുള്ള തിരിച്ചറിയണം എന്ന് നമുക്ക് വേണ്ട. അല്ല ഇത്രയധികം ജാതി മാട്രിമോണിയൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം കൂടാണ് കേരളം. അതെ, നായർ മാട്രിമോണി, ഇടവ മാട്രിമോണി, തന്നെ ക്രിസ്ത്യനിൽ അവരുടേതായ വിവിധ സെക്ടുകളുടെ. അത് മാത്രമല്ല, ഒരു എന്താണ് ആരായാലും പ്രശ്നമില്ലെന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ SC/ST എന്ന് ഒഴികെ എന്ന് എഴുതുന്നവരും കൂടാണ്. അപ്പൊ അതൊന്നും നമ്മൾ കൺഫ്യൂസ് ചെയ്യണ്ട. പക്ഷെ തൊട്ടടുത്ത തമിഴ്നാടിനേക്കാളും മെച്ചപ്പെട്ട് നിൽക്കുന്ന ചില ഏരിയകൾ എങ്ങനെ വന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എന്തൊരു ഐഡിയൽ സൊസൈറ്റി സൽഗുണസമ്പന്നരൊന്നും ആയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മള് തൊലിപ്പുറത്തേ ഉള്ളെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അത് നിൽക്കുന്നത്. അത് നമ്മൾ അങ്ങനെ അറിയേണ്ടതുണ്ട്. മറ്റവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ മെച്ചപ്പെട്ടതിന്റെ കാരണങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എന്തോ ഒരു മെച്ചപ്പെട്ട സമൂഹം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ മാട്രിമോണി ഇങ്ങനെ വരത്തില്ല. അത് നമ്മൾ അറിയണം. അതാണ് അതിന്റെ ഇൻഡിക്കേറ്റർ. എന്ത് പറഞ്ഞാൽ പക്ഷെ അത്
ഈ കാലത്തുണ്ടായ ഒരു പുത്തൻ പ്രതിഭാസമല്ല. നേരത്തെ തന്നെ അത് നിന്നിരുന്നു. കാരണം പന്തിഭോജനവും ഈ സഹോദരൻ അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ഈഴവരാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ പന്തിഭോജനം നടത്തുന്നതും മിശ്രവിവാഹം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഒരു നമ്പരും, അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകളിൽ വിവാഹങ്ങൾ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ആ പോയിരിക്കുന്ന സാധനം നമ്മൾ അറിയണ്ട. കാരണം ഒരു വോട്ടിന് ജയിക്കുക അല്ലാതെ അധികാരത്തിൽ ഏറത്തില്ല എന്ന് കാണുന്നതുകൊണ്ട് നിലനിന്നിരുന്ന ജാതി സംഘടനകളെ മുഴുവൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ മാറി, വോട്ട് ബാങ്ക് ആക്കി മാറ്റി. അതെ, ഇതാണ് ഈ പുതിയ ഫിനോമിന. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ മറ്റേതിന്റെ തുടർച്ചയായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഈ സ്കൂളുകളൊക്കെ തന്നെ, നമ്മൾ ഈ പറയുന്ന സ്കൂളുകൾ അന്ന് ബ്രിട്ടീഷുകാരുടെ ഒപ്പം ഭരണത്തിൽ പങ്കാളികളാകാം എന്ന് കണ്ടെത്തി സ്കൂൾ തുടങ്ങിയെങ്കിലും ഭരണഘടന വന്നതിന് ശേഷം അങ്ങനെയല്ല വേണ്ടത്. അതിനകത്ത് ആകെപ്പാടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിനകത്ത് ധനം കൊടുക്കുന്നിടത്തേക്ക് ഗവൺമെന്റ് മാറി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ ചെയ്ത ഒരു ഗുണവശവും ഒരുപോലെ തന്നെ അത് മറുവശവും ഉണ്ട്. കാര്യമുണ്ട്, അവരുടെ ജാതി സാധനം പഠിപ്പിക്കുന്ന സ്ഥലമായിട്ട് തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇത് രണ്ടും നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ ഇത്രയധികം വിദ്യാസമ്പന്നരെന്ന് ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിക്കുന്നില്ല. ജോലിക്കാരെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്. അവർക്ക് കൂലിക്കാരെയും ജോലിക്കാരെയും വേണം. അതിനു വേണ്ടി ഉണ്ടാക്കിയ അത് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരെങ്കിലും പൗരബോധമുള്ള ഒരാളെ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസവും നമ്മൾ ചെയ്തിട്ടില്ല, അതൊട്ട് അറിഞ്ഞും കൂടാ. അത് ഇതുവരെ നമ്മൾ നടന്നിട്ടുമില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇനിയും ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പം നിൽക്കുന്ന അവസ്ഥ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭിന്നമായി വരുന്നതിന് ഈ പറഞ്ഞ കീഴാളരിൽ നിന്നുണ്ടായ നവോത്ഥാന പ്രസ്ഥാനവും നേരത്തെ തന്നെ ഇൻഡിവിജ്വലായി മാറി നിന്നിരുന്ന ജനതയും കൂടെ ചേർന്ന് ഇതിനെ വെൽക്കം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി മലയാളിക്ക് ഉണ്ടായി. ഇനി ഒരെണ്ണം കൂടെ പറയേണ്ടതുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങിയ ഒരു കാര്യമല്ല, ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് കൊടിയേറി വന്ന് ഇപ്പുറത്ത് ഈ മല കയറി ഇപ്പുറത്തിറങ്ങിയ തമിഴര് തന്നെയായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ദ്രാവിഡർ അതേ ആളുകൾ തന്നെയായിരുന്നു നമ്മൾ. പക്ഷേ ഈജിപ്തിലെ മമ്മയുടെ മൂക്കിനകത്ത് ഈ കുരുമുളക് ഇരിപ്പുണ്ട്. അപ്പം കുരുമുളക് അന്ന് കേരളത്തിലേ ഉള്ളൂ, മലബാർ കോസ്റ്റിലേ ഉള്ളൂ. അത് അവിടെ പോയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഈജിപ്തിൽ നിന്ന് മിനിമം ഈജിപ്റ്റ്, ഗ്രീസ്, കാരണം യവനന്മാരുടെ നാണയത്തൊട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്, അതുപോലെ റോം, അത് കഴിഞ്ഞിട്ട് ചൈന, അത് കഴിഞ്ഞിട്ട് അറേബ്യൻസ്, അത് കഴിഞ്ഞിട്ട് പോർച്ചുഗീസുകാർ, അതിനുശേഷം ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഇത്രയും ജനത വന്ന ഈ സ്പൈസസ് അന്വേഷിച്ച് വന്നവരാണ് ഇത്രയും പേര്. ഇത്രയും ജനത വന്ന അന്ന് ഈ അവരുടെ കപ്പലിൽ വന്നാൽ ആ കപ്പല് ഈ ട്രേഡ് വിൻഡ് അനുസരിച്ചിട്ടേ വരാനൊക്കത്തുള്ളൂ. വന്ന് ഇവിടെ പായ്ക്കപ്പലുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്തിട്ടല്ല, ഇവിടുത്തെ മലകളിലാണ്. അപ്പൊ ഇവിടുത്തെ ട്രൈബ്സ് ആയിട്ടിരുന്ന ജനതയെ ഉപയോഗിച്ച് ഇത് മുഴുവൻ കളക്ട് ചെയ്ത് ഇതിനകത്താക്കി അത് ഇവിടുത്തെ കൊച്ചു രാജാക്കന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണോ കാശോ കൊടുത്ത് ഈ സാധനം കൊണ്ടുവന്നതിന് മിനിമം 3 തൊട്ട് 6 മാസം ഇവർ ഇവിടെ താമസിക്കും. ഈ 6 മാസം അന്യരാജ്യത്തുള്ള ഒരു സംഘം പുരുഷന്മാർ വന്നാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാക്കും എന്നുള്ള കാര്യം മറക്കണ്ട. മലയാളികളെ തമിഴരിൽ നിന്ന് ഭിന്നമാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു 9 തൊട്ട് ഒരു 10-15 നാട്ടിൽ നിന്ന് വന്ന ജനതയുടെ മക്കളും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ സംസ്കാരം കൂടെ ആണല്ലോ കൂടെ വരുന്നത്. ആ മക്കളുണ്ടാകുക ഫിസിയോളജിക്കലി തന്നെ നമ്മൾ മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അത് ഈ ജനിതകമായ ഒരു ഇത് എടുക്കേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിനകത്ത് ജനിതക പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ വ്യത്യസ്തമായ സമൂഹങ്ങൾ വന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബയോളജിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അവർ ഇത്രയും ദിവസം താമസിക്കുന്നത് കൊണ്ട് ധാരാളം മിംഗ്ലിംഗ് ആണ് നടന്നിട്ടുള്ളത് ലോകവ്യാപകമായി. കൊണ്ട് നമുക്ക് തമിഴര് ആയിരിക്കുന്ന നമ്മുടെ ഭാഷ എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞൊരു വേർഡുണ്ട്, അവർക്കും ഉഴുന്നു മറിച്ച ഒരു നിലമായിരുന്നു നമ്മുടെ നാട്.
അവർക്ക് വരാനും എത്തിപ്പെടാനും സാംസ്കാരികമായി സംബന്ധിക്കാനും ഒക്കെ. അല്ല ഞാൻ പറയുന്നത് അവരും കൂടെ. അപ്പം ഇത് രൂപപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഉഴുതുമറിച്ച സ്ഥലത്തല്ല ഇവർ വന്നത്, അവര് നേരത്തെ വന്നവരാ. ഇത് 2000-3000 വർഷം മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോസസ് അതിനകത്തുണ്ട്. ഈ ഉഴുന്നുമറിക്കൽ അവർ കൂടി ഇടപെട്ടിട്ടുണ്ട്, മിക്സ് ഉണ്ടാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് തമിഴരുടെ തൊട്ട് ഭാഷാപരമായ ഒരു ബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടില്ല. ഇല്ല. ഒരു ഭാഷാസ്നേഹം മലയാളിയായിട്ട് നമ്മൾ ഓൾറെഡി തന്നെ ചെറിയ ചെറിയ ഇതിനകത്താണ്, പ്രിൻസിപ്പാലിറ്റീസിലാണ് കഴിഞ്ഞിരുന്നത്. ഒരു രാജാവ് മുഴുവൻ പേരും കൂടെ പിടിച്ച് കീഴടക്കി ഒരു സാമ്രാജ്യ ബോധം രൂപപ്പെടുത്തിയിട്ടില്ല. അത് ഇതുപോലെ അറിയണം. അതുകൊണ്ട് ഭാഷാപരമായിട്ട് നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായത് 1950-ലാണ്. അതെ, നമ്മളെ സംസ്ഥാന രൂപീകരണത്തോടുകൂടി. അതിനുശേഷം അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ വലിയ രാജ്യം എന്ന് നമ്മൾ രാജ്യം എന്ന് പറയാവുന്നത് തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ. കൊച്ചി മലബാർ എന്ന് പറഞ്ഞാൽ മലബാറിൽ തന്നെ പല രാജാക്കന്മാരുണ്ട്, പല രാജവംശങ്ങളുണ്ട്. ഒരു തുടർച്ചയുള്ളവർ ഉണ്ടായിരിക്കുന്നത് ഈ തിരുവിതാംകൂറിൽ മാത്രമാണ് നമുക്ക് കുറെ നാളത്തേക്ക് കാണാൻ പറ്റുന്നത്. ഒരു 600 വർഷമോ 500 വർഷമോ ഒക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അത് തന്നെ സത്യത്തിൽ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അപ്പോഴും പറയാൻ പറ്റുള്ളൂ. ഇത് കൊണ്ട് മറ്റേതങ്ങനല്ല, ചോള ചേര പാണ്ഡ്യ എന്നൊക്കെ പറയുന്നത് 100, 600, 700 വർഷം തുടർന്നിട്ടുള്ള രാജവംശങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അതുകൊണ്ട് രാജഭരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യബോധം രൂപപ്പെടുക എന്ന് പറയുന്ന സാധനം കേരളത്തിനകത്ത് നടന്നിട്ടില്ല. അതുകൊണ്ട് അതുവഴിയും സ്കാറ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ അറിയേണ്ടതാണ്. രാജരാജവർമ്മയുടെ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ അത് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് മധ്യ കേരളത്തിലെ ഭാഷയാണ് മലയാള ഭാഷയാക്കി മാറ്റിയത്, നിഘണ്ടു ഭാഷയായി മാറിയത്. അത് വന്നോണ്ടാണ് സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ വരുന്നത്. ഇതിന് മുമ്പൊന്നും നമുക്ക് അങ്ങനെ, നമ്മൾ ഈ തമിഴിലായിരുന്നു എഴുതിയിരുന്നത്, നമ്മൾ തമിഴിൽ തന്നെയായിരുന്നു നമ്മൾ. പക്ഷെ എങ്ങനെയാണ് നമ്മൾ കണ്ടാൽ തിരിച്ചറിയാത്ത തമിഴരായി പോയത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഈ മറ്റേ സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് അത് ഈ കേരളത്തിന്റെ ഈ കന്യാകുമാരി ജില്ലയുടെ അവിടം തൊട്ട് ഏതാണ്ട് കൊങ്കൺ വരെയുള്ള മുഴുവനും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ശരിക്കും കേരളത്തിനകത്താണ് നമ്മൾ ഈ പറയുന്ന ജനത തന്നെ മാറിപ്പോയിരിക്കുന്ന ഒരു സവിശേഷമായ മിക്സ് ഉണ്ടായ, എന്ന് പറഞ്ഞാൽ വലിയ നഗരങ്ങളിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം ഒരു പ്രദേശം മുഴുവനും കൂടെ സംഭവിച്ചത് മലയാളികളാണ്. അത് മലയാളിയെ വ്യത്യസ്തമാക്കി വന്നത് ഞാൻ ഈ പറയുന്ന ഈ 3 എണ്ണവും പരിശോധിക്കുന്നത്. മനസ്സിലായോ?